ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാഹചര്യങ്ങളെല്ലാം അനുകൂലമല്ലെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം വിട്ടുപോകരുത്. എല്ലാം നഷ്ടമായെന്ന് വന്നാലും, എല്ലാവരാലും ഒറ്റപ്പെട്ടു പോയാലും, പ്രതികൂല സാഹചര്യങ്ങളായാലും നമ്മുടെ പ്രത്യാശ ദൈവത്തിലായിരിക്കണം. ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിക്കോട്ടെ, ദൈവം നമ്മെ വിട്ടുകളയില്ലെന്ന ഉറച്ച ദൈവത്തിലുള്ള വിശ്വാസമുള്ളപ്പോൾ നാം തകർന്നു പോകില്ല. പുറമേ എല്ലാം ശൂന്യമായി തോന്നുമ്പോഴും ഉള്ളിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കാനുള്ള ശക്തി വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമുക്കെന്ത് നഷ്ടപ്പെട്ടാലും അത് തിരികെ നമ്മളിലേക്ക് എത്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. നിന്റെ കഷ്ടതകളെ അറിയുന്ന ഒരു ദൈവം നിന്നെ വീഴാൻ ഒരിക്കലും അനുവദിക്കില്ല. പലപ്പോഴും നീ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ ആവശ്യങ്ങളുമായിട്ട് നീ ചെന്നിട്ടില്ലേ? നീ അവരുടെ മുമ്പിൽ നീ കൈനീട്ടിയിട്ടില്ലേ? നിന്നെ അവർ അകറ്റി നിന്നെ നിർത്തിയിട്ടില്ലേ? ഭാരപ്പെടേണ്ട, നിന്നെ അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധികൾ വന്നാലും ദാനിയേലിനെ പോലെയുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. വചനത്തെ മുറുകെ പിടിക്കണം. വചനം ഇപ്രകാരം പറയുന്നു. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവു മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. സമൃദ്ധിയായി ഈ വചനം കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.